വെഞ്ഞാറമൂട് ഫ്ലൈ ഓവർ വർക്കുമായി ബന്ധപ്പെട്ട് പൈലിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പൈലിംഗ് മെഷീനാണ് ഈ കാണുന്നത്. ഇന്നലെ 29-ാം തീയതി 42 പൈലുകളും പൂർത്തിയായി. ഇന്ന് പുതിയ സൈറ്റിലേക്ക് കൊണ്ടുപോകാനായി മെഷീൻ പാഴ്സായി ഊരി മാറ്റുന്നതാണ് കാണുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ പൈലിംഗ് മെഷീൻ പാഴ്സാക്കുന്ന ജോലിയിൽ അവർ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇളക്കിയിട്ടേക്കുന്ന ഭാഗത്തിനെ പറയുന്നത് കില്ലി എന്നാണ് പറയുന്നത്. ഇതിൽ അകത്ത് തന്നെ 2 എക്സ്റ്റൻഷൻ റാഡ് കൂടിയുണ്ട്. അത് 2 എണ്ണം കൂടി ചേർന്നാൽ മൊത്തം ഈ പുറത്തുള്ളതും കൂടി ചേർന്നാൽ 50 മീറ്റർ കുഴിക്കാൻ പറ്റും. ഈ കാണുന്ന ഭാഗത്താണ് മെഷീനും സ്റ്റീൽ റോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. കില്ലി ഊരിയിട്ട് ബാക്കി മെഷീൻ അൽഫ വെൽഡിംഗ് സെന്ററിന്റെ മുന്നിലിട്ടായിട്ടാണ് അവർ പാഴ്സാക്കുന്നത്. ആ തറയിൽ തട്ടിയിരിക്കുന്ന റൗണ്ട് ഭാഗത്തിന്റെ പേരാണ് റോട്ടറി ഗിയർ ബോക്സ്. ഹൈഡ്രോളിക് ഓയിലിൽ പ്രവർത്തിക്കുന്ന 2 മോട്ടോറുകളാണ് അതിന് ഉള്ളിലിരുന്ന ഈ കില്ലി എന്ന സാധനത്തെ കറക്കുന്നത്. റോട്ടറി ഗിയർ ബോക്സ് ഇളക്കുന്നതിനിടയിൽ ഒരു മെറ്റൽ പിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് 2ആയിട്ട്. 89 ടൺ വെയിറ്റ് ആണ് ഈ മെഷീൻ മൊത്തത്തിൽ വരുന്നത്. ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക് ഓയിലിന്റെ പ്രഷറിലാണ് പ്രവർത്തിക്കുന്നത്. 1 മണിക്കൂർ ഈ മെഷീൻ പ്രവർത്തിക്കാനായി 25 മുതൽ 35 ലിറ്റർ വരെ ഡീസൽ ചിലവാകും. പൈലിംഗ് കുഴിക്കുള്ളിൽ നിന്നും പാറ തുരന്നു മാറ്റുമ്പോഴാണ് 35 ലിറ്റർ ഡീസൽ വരെ 1 മണിക്കൂറിൽ ചിലവാകുന്നതെന്നാണ് അവർ പറഞ്ഞത്. 235 NM ടോർക്ക് നൽകുന്ന സാനിയുടെ SR 235 എന്ന മെഷീനാണിത്. നെട്ടും ബോൾട്ട് അഴിക്കാൻ വേണ്ടി സ്പാനർ ഇട്ട് അതിന്റെ പുറകിൽ പൈപ്പ് ഇട്ടിട്ട് കയറ് കെട്ടി വലിച്ചാണ് അവരത് അഴിക്കുന്നത്. ഭായിമാരെല്ലാം കൂടി സഹായിക്കുന്നുണ്ട്. ഈ മെഷീൻ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് അടുത്ത സൈറ്റ് കോഴിക്കോടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ റോഡ് എന്തോ വിഷയമായതിനെ തുടർന്ന് ആക്കുളം, തിരുവനന്തപുരം ആക്കുളത്ത് ഒരു സൈറ്റിലേക്കാണ് എത്തിക്കുന്നത്. ഈ മെഷീൻ ഇന്നോ നാളെയോ കൊണ്ടുപോകും. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അറിയാം നമുക്ക്.